കർത്താവിന്റെ നാമം മഹത്വപ്പെടട്ടെ. ഫെയ്ത്ത് വോയിസിലേക്ക് എല്ലാവരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകം 34-ാം അധ്യായം 16-ാം തിരുവചനം ഇങ്ങനെ വ്യക്തമാക്കുന്നു: നഷ്ടപ്പെട്ടതിനെ ഞാൻ അന്വേഷിക്കും, വഴിതെറ്റിപ്പോയതിനെ ഞാൻ തിരികെ കൊണ്ടുവരും, മുറിവേറ്റതിനെ ഞാൻ വെച്ചുകിട്ടും, ബലഹീനമായതിനെ ഞാൻ ശക്തിപ്പെടുത്തും. ക്രിസ്തുവിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, ദൈവരാജ്യത്തിൽ നിന്ന് വഴിതെറ്റിപ്പോയ ഓരോ വ്യക്തികളെയും കർത്താവ് അന്വേഷിക്കുന്നു. ദൈവിക ചൈതന്യം നഷ്ടപ്പെട്ടു പോയ കുടുംബങ്ങൾ, വ്യക്തികളെ, കൂട്ടായ്മകളെ കർത്താവ് അന്വേഷിക്കുന്നു. തിരുവചനത്തിൽ യാക്കോബിന്റെ മകൻ ജോസഫിനെ നമ്മൾ കാണുന്നു. ഇളയ മകൻ ജോസഫിനെ യാക്കോബ് മറ്റെല്ലാ മക്കളെയും കാൾ സ്നേഹിച്ചതുകൊണ്ട് സഹോദരന്മാർ ജോസഫിനെ വെറുത്തു. അവനെ വധിക്കുവാൻ ആലോചനകൾ മെനഞ്ഞു. അവന്റെ പുറം കുപ്പായം ഊരിയെടുത്ത് ഒരു പൊട്ടക്കിണറ്റിൽ തള്ളിക്കളഞ്ഞു. ചന്തസ്ഥലത്ത് കൊണ്ടുപോയി അവൻ വിൽക്കപ്പെട്ടു. അവൻ കാരാഗൃഹത്തിൽ അടയ്ക്കപ്പെട്ടു. അവൻ പുറന്തള്ളപ്പെട്ടവനായി മാറി. എന്നാൽ സ്നേഹമുള്ളവരെ, ദൈവത്തിന് അവനെക്കുറിച്ചുള്ള പദ്ധതി മറ്റൊന്നായിരുന്നു. ദൈവം അവനെ ഉയർത്തി. ഈജിപ്തിലെ ഭരണാധികാരിയായി ഗവർണർ സ്ഥാനത്തേക്ക് ജോസഫ് നിയോഗിക്കപ്പെട്ടു. സ്നേഹമുള്ളവരെ, ഇന്ന് ആരെല്ലാം നിങ്ങളെ പുറന്തള്ളപ്പെട്ടവനായി ഉപേക്ഷിച്ചാലും ദൈവം നിങ്ങളെ ഒരു നാളും ഉപേക്ഷിക്കുകയില്ല. ആരെല്ലാം നിങ്ങളെ വെറുത്താലും, പെറ്റമ്മ നിന്നെ മറന്നാലും ഞാൻ നിന്നെ ഒരു നാളും മറക്കുകയില്ല എന്ന് പറഞ്ഞ കർത്താവ് ഇപ്പോഴും നിങ്ങളെ സ്നേഹിക്കുന്നു. ആ ദൈവം നിങ്ങളെ ശക്തിപ്പെടുത്തും. ആ ദൈവം നിങ്ങളെ സംരക്ഷിക്കും. മുറിവേറ്റതിനെ വച്ചുകെട്ടുവാനും, ബലഹീനമായതിനെ ശക്തിപ്പെടുത്തുവാനും, നഷ്ടപ്പെട്ടതിനെ അന്വേഷിച്ച് കണ്ടെത്തുവാനുമാണ് യേശു ക്രിസ്തു കടന്നു വന്നത്. സ്നേഹമുള്ളവരെ, നിങ്ങൾ യേശുവിന്റെ സ്വന്തമാണ്. ദൈവത്തിന് നിങ്ങളെ കുറിച്ചൊരു പദ്ധതിയുണ്ട്. അത് നിങ്ങളുടെ നാശത്തിനുള്ള പദ്ധതിയല്ല, ശുഭമായ ഭാവിയുടെ, നന്മയുടെ പദ്ധതി, അനുഗ്രഹത്തിൻ്റെതായ പദ്ധതികൾക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. ലൂക്കായുടെ സുവിശേഷം 11-ാം അധ്യായം 9-ാം തിരുവചനം പറയുന്നു: ചോദിക്കുവിൻ, നിങ്ങൾക്ക് ലഭിക്കും; അന്വേഷിക്കുവിൻ, നിങ്ങൾ കണ്ടെത്തും; മുട്ടുവിൻ, നിങ്ങൾക്ക് തുറന്നു കിട്ടും. സ്വർഗവും ഭൂമിയും പാതാളവും മുട്ടുമടക്കുന്ന സർവശക്തനായ കർത്താവായ യേശുവിൻ്റെ തിരുമുമ്പിൽ നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാ നാമങ്ങൾക്കും മേലെയായ കർത്താവിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്താം. ഈ പ്രഭാതത്തിൽ അവിടുത്തെ നാമം ഉയരട്ടെ. സർവസൈന്യാധിപൻ യേശു, സർവ അധികാരിയാം യേശു, സർവനാമത്തിനും മേലെ സർവശക്തനാകും യേശു. സർവസൈന്യാധിപൻ യേശു, സർവ അധികാരിയാം യേശു, സർവനാമത്തിനും മേലെ സർവശക്തനാകും യേശു. രാജാധിരാജനെ, കർത്താധികർത്തനെ, മാത്രമാമർത്യത ഉള്ളവനെ, ധീരനാം ദൈവമേ, അത്ഭുതമന്ത്രിയെ, യാഹേ യുദ്ധം അങ്ങേക്കുള്ളത്. ധീരനാം ദൈവമേ, അത്ഭുതമന്ത്രിയെ, യാഹേ യുദ്ധം അങ്ങേക്കുള്ളത്. സർവസൈന്യാധിപൻ യേശു, സർവ അധികാരിയാം യേശു. നമ്മുടെ ജീവിതത്തിലെ സകല വ്യാധികളെയും സകല തകർച്ചകളെയും കർത്താവിൻ്റെ തിരുമുമ്പിൽ കൊടുത്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അവിടെ നമുക്ക് വിജയം നൽകും. അവിടെ നമ്മെ രക്ഷിക്കുകയും നമ്മുടെ അവസ്ഥയിൽ നമ്മെ സഹായിക്കുകയും ചെയ്യും. നമുക്ക് വിശ്വാസത്തോടുകൂടി കർത്താവിനെ ഏറ്റുപാടി സ്തുതിക്കാം. വൈരികളിൽ ആയുധം നിർവീര്യമായി, അടിപ്പിണരിൽ വ്യാധികളിൽ വേരുകൾ നിർജീവമായി,
ക്രൂശിൽ മുഴങ്ങിയ വിജയോത്സവം യേശു കർത്താവ് രക്ഷാനായകൻ. ഹല്ലേലൂയ. മുഴങ്ങിയ വിജയോത്സവം യേശു കർത്താവ് രക്ഷാനായകൻ. സർവസൈന്യാധിപൻ യേശു, സർവ അധികാരിയാം യേശു, സർവനാമത്തിനും മേലെ സർവശക്തനാകും യേശു. ഇന്ന് നമ്മുടെ ജീവിതത്തിലെ അനുഗ്രഹത്തിന്റെ വാതിലുകൾ കർത്താവ് തുറക്കട്ടെ. നമ്മുടെ മുമ്പിൽ അടഞ്ഞിരിക്കുന്ന സകല വാതിലുകളെയും തുറക്കുവാൻ അവിടുന്ന് പ്രാപ്തനാണ്. അതിശക്തനായ ദൈവത്തെ നമുക്ക് സ്തുതിക്കാം. അവിടുന്ന് തുറന്നാൽ ആ വാതിൽ ആർക്കും അടയ്ക്കാൻ കഴിയുകയില്ല. യേശുവിന്റെ നാമം ഉയരട്ടെ. നമ്മുടെ ഹൃദയങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കട്ടെ. ക്രിസ്തുയേശുവിൻ ജയോത്സവമായി നമ്മെ നടത്തിടും. എല്ലായിടത്തും തൻ സൗരഭ്യമായി നമ്മെ അയച്ചിടും. ക്രിസ്തുയേശുവിൻ ജയോത്സവമായി നമ്മെ നടത്തിടും. എല്ലായിടത്തും തൻ സൗരഭ്യമായി നമ്മെ അയച്ചിടും. ലക്ഷ്യം തുറന്നിടും, വഴി ഒരുക്കിടും, താമ്രവാതിലും ഹല്ലേലൂയ. തുറന്നിടും, വഴി ഒരുക്കിടും, താമ്രവാതിലും തകർത്തിടും. സർവസൈന്യാധിപൻ യേശു, സർവ അധികാരിയാം യേശു, സർവനാമത്തിനും മേലെ സർവശക്തനാകും യേശു. ആമേൻ. നമ്മുടെ ജീവിതത്തിലെ സകല മേഖലകളെയും കർത്താവിന് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുവാനായി നമുക്ക് അവിടത്തോട് പ്രാർത്ഥിക്കാം. ശാപത്തിന്റെ സകല മേഖലകളും അനുഗ്രഹമായി മാറുവാൻ, നമ്മുടെ നിരാശകൾ പ്രത്യാശയായി മാറുവാൻ കർത്താവിന്റെ സന്നിധിയിൽ നമ്മെ തന്നെ കൊടുത്ത് പ്രാർത്ഥിക്കാം. നമുക്ക് വിശ്വാസത്തോടെ ഏറ്റു പറയാം. ഭയപ്പെടാതെ ഉറച്ചു നിന്ന് സ്തോത്രം പാടിടാം. ഗാഥായും താഴ്വരയോ ബറാഖായിടുമേ. ഭയപ്പെടാതെ ഉറച്ചു നിന്ന് സ്തോത്രം പാടിടാം. ഗാഥായും താഴ്വരയോ ബറാഖായിടുമേ. സൈന്യത്താലല്ല, ശക്തിയാലല്ല, പരിശുദ്ധനാം ആത്മാവിനാൽ. സൈന്യത്താലല്ല, ശക്തിയാലല്ല, പരിശുദ്ധനാം ആത്മാവിനാൽ. സർവസൈന്യാധിപൻ യേശു, ഓ എന്റെ യേശു, സർവ അധികാരിയാം യേശു, സർവനാമത്തിനും മേലെ സർവശക്തനാകും യേശു. സർവസൈന്യാധിപൻ യേശു, സർവ അധികാരിയാം യേശു, സർവനാമത്തിനും മേലെ സർവശക്തനാകും യേശു. രാജാധിരാജനെ, കർത്താധികർത്തനെ, മാത്രമമർത്യത ഉള്ളവനെ, വീരനാം ദൈവമേ, അത്ഭുതമന്ത്രിയെ, യാഹേ യുദ്ധം അങ്ങേക്കുള്ളത്. വീരനാം ദൈവമേ, അത്ഭുതമന്ത്രിയെ, യാഹേ യുദ്ധം അങ്ങേക്കുള്ളത്. യേശു നല്ലവൻ, ദയവുള്ളവൻ, ഹല്ലേലൂയ. വീരനാം സൈന്യാധിപൻ. യേശു നല്ലവൻ, ദയവുള്ളവൻ, ജയവീരനാം സൈന്യാധിപൻ. ഇന്ന് കർത്താവായ യേശുവിനെ ആരാധിക്കുന്ന സകലരുടെയും ജീവിതത്തിലെ നിരാശകൾ മാറി പ്രത്യാശ കടന്നു വരട്ടെ എന്ന് കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.